I think I am the chosen one. തിങ്ക് ഐ ആം ദ ചോസൺ വൺ. ഞാനല്ലെങ്കിൽ മറ്റാരിത് പറയും അല്ലേ? അല്ല, ഒരു ആർട്ടിസ്റ്റായിട്ടേ നമുക്ക് ഇത് പറയാൻ നമുക്ക് ഉള്ള ധൈര്യം ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിൽ നിന്നും കിട്ടുന്നതാണ്. ഞാൻ അവരെ വായിച്ചതുകൊണ്ടും അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ, ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇപ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരേക്കാളും സ്വാധീനമുള്ള ഒരു വർഗ്ഗമാണ് ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത്. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലെന്നേ. അവനക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ, എൻ്റെ DNA ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ലൈവ് പരിപാടിയിൽ വന്നൊന്ന് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല, എവിടെയും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. ഈ DNA രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരുപാട് കാലം ഇതേ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് പേരെന്താ അറിയാ? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല അല്ലേ? നീ തമ്പുരാനുമല്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ഒരുപാട് പേരെ അസ്വസ്ഥപ്പെടുത്തിയതാണ്. അത് ഇനിയും പല വേദികളിൽ പാടാനുള്ളതല്ലേ, അപ്പൊ ഇത് അതിലൊരു വേദി. ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പല ആശയങ്ങളും, ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത്, പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ളത്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ. സോറിയാണ്, തൃശ്ശൂർക്ക് ഒരു തെറ്റ് പറ്റി. വേടൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വേടനെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ എതിർത്തും കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എതിർത്തവർ കൂടുതൽ പേരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തവർ അതേ കണക്ക് തന്നെ ഉണ്ടായിരുന്നു. എതിർത്തവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് വന്നിരുന്നു ജാതിയുടെ പേരിൽ എപ്പോഴും സംസാരിക്കാൻ നാണമില്ലേ എന്നൊക്കെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപി ഇതിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം സുരേഷ് ഗോപി ജാതി പറയുന്നു എന്നുണ്ടെങ്കിൽ വേടനും ഇവിടെ ജാതി തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയും കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇപ്പം അഖിൽമാരാൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഇതേ കണക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ DNA പോലും പഠിക്കുന്നതിനെ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം. അതെങ്ങനെയാണ് DNA പഠിക്കുന്നതിൻ്റെ എല്ലാവർക്കും അങ്ങനെയുള്ളവർക്ക് വരുന്നതെന്നൊക്കെ തിരിച്ച് ചോദിക്കാൻ എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഖിൽമാരാരും പറയുന്നുണ്ട്. ഇങ്ങനത്തുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കണമായിരുന്നു, അത് കേട്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ള കാര്യം അഖിൽമാരാരും പറയുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ട്, അതിന് നെഗറ്റീവായിട്ടുള്ള രീതിയിലും പറയുന്നുണ്ട്. വേടൻ ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങളിൽ സംസാരിക്കുമ്പോഴത്തേന് ഈ രണ്ട് റിയാക്ഷനും വരാം, ഒന്നെങ്കിൽ എതിർക്കാം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സോ എന്തായാലും ആ ഒരു ധൈര്യത്തോടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേടൻ ശ്രമിക്കുന്നുണ്ട്, അതിന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇത് മുമ്പോട്ടും വേടൻ തുടരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്, സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിശ്വസിച്ചിട്ട് പറയാതിരിക്കുന്നത്. പക്ഷേ അത് വേടൻ അതങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എന്താണോ തോന്നുന്നത് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് വേടൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്കും തോന്നുന്നത്.